രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിലാണ്. അങ്ങനെയെങ്കിൽ സംഖ്യ കാണുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ സംഖ്യകൾ നമുക്ക് എടുത്തെഴുതാം. 2, 3. ആ സംഖ്യകൾ നമുക്ക് എക്സ് ആയിട്ടും പരിഗണിക്കാം. 2x, 3x. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ, അതായത് 2xൽ നിന്നും 5 കുറയ്ക്കണം, 3xൽ നിന്നും 5 കുറയ്ക്കണം. അപ്പോൾ എന്താവുമെന്നാണ് പറയുന്നത്? 3:5 എന്ന അനുപാതത്തിൽ കിട്ടും. 3:5 എന്ന അനുപാതത്തിൽ കിട്ടും എന്നാണ് പറയുന്നത്. ഇത് 3, ഇത് 5. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കാണുക. എങ്ങനെ കാണാൻ പറ്റും? ഇതിൽ ഡിവൈഡ് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇത് ഈക്വൽ സൈനാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഈക്വൽ സൈനായുണ്ട്. ഇതിനെ ക്രോസ് ചെയ്യുക, ഇതിനെ ക്രോസ് ചെയ്യുക. 5 എടുത്ത് എഴുതിയിട്ട് 2x - 5 എന്ന് എഴുതാം. ഈക്വൽ ടു 3 എടുത്ത് എഴുതിയിട്ട് 3x - 5 എന്ന് എഴുതാം. 5. നമുക്കിത് ഇങ്ങനിട്ട് ഗുണിക്കാം. ഓരോന്നിനകത്തോട്ടിട്ട് ഗുണിക്കുക. 5 × 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 10x ആണ്. 5 × -5 എന്ന് പറഞ്ഞാൽ -25 ഈസ് ഈക്വൽ ടു 3 × 3x എന്ന് പറഞ്ഞാൽ 9x ആണ്. 3 × -5 എന്താണ്? -15 ആണ്. നമുക്ക് 10x ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 9xനെ 10xൻ്റെ കൂടെ കൊണ്ടുവരാം. അപ്പോൾ +9 എന്തായി മാറും? -9 ആയി മാറും. ഈസ് ഈക്വൽ ടു ഈ -15 ഇവിടെ നിർത്തിക്കൊണ്ട് ഈ -25നെ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുവരാം. അപ്പോൾ എന്തായും? +25 ആയി മാറും. ഇനി അങ്ങനെയാണെങ്കിൽ 10 ൽ 9 പോകെ 1x എന്ന് കിട്ടും. x ഈസ് ഈക്വൽ എങ്ങനെ എഴുതാൻ പറ്റും? -15 + 25 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും. അത്രയുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള ടിപ്സുകൾ വേണമെങ്കിൽ ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.